ഓക്കെ ഈ ഒരു കാക്കയെ നമ്മൾ കൊല്ലണമെങ്കിൽ എന്താണ് ഒരു ബാക്കിലൊരു കൊല്ലല നമുക്ക് മാറാനും പറ്റത്തില്ല. മരിച്ചു. ഹേ ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും അലി ടീം വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഗ്രാനി 3 ആണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഗ്രാനിയുമായിട്ടാണ് കളിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് അങ്ങ് റീസെറ്റ് ചെയ്ത് വെച്ചാൽ സ്കിപ്പ് എൻട്രോ എടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ സ്കിപ്പ് എൻട്രോ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 1 ഡേ എന്ന് എഴുതി കാണിക്കും ഗൈസ്. ഓക്കെ, ഡേ 1 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ജീവിതം തുടങ്ങിയാണ് ഗൈസ്. ഗ്രാനിയുടെ വീട്ടിൽ നമ്മളെ ജീവിതം തുടങ്ങിയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളെന്തായാലും എണീറ്റിട്ടുണ്ട്. എന്തായാലും സീനാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇവിടെ കുഴിഞ്ഞിരുന്നിട്ട് അവിടെ താക്കോലെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം എടുത്തതിന് ശേഷം നമുക്ക് ഈ കതവ് തുറക്കണം കേസ്. ഇതിലോട്ട് പ്രാക്ടീസ് ഇല്ല എനിക്ക്, അതുകൊണ്ട് എനിക്ക് ഇത്തിരി പാടാണ്. ഓക്കെ കേസ്, ഇപ്പോൾ നമുക്ക് എന്തായാലും അത് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം കേസ്. ഓക്കെ കേസ്, അങ്ങനെ നമ്മളെന്തായാലും അത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറക്കാം. ഇത് തുറന്നിട്ട് വെളിയിലിറങ്ങാം. എന്തായാലും നമ്മളെന്തായാലും നൈസിന് നമ്മളെ കഥകൊക്കെ തുറക്കുന്നുണ്ട്. നമുക്കിനി മുകളിലോട്ട് എണീക്ക്. ഓക്കെ കേസ്, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് തുറന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വെളിയിറങ്ങി കാണിക്കും കേസ്. ഓക്കെ കേസ്, ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേസ്. ഗ്രാനി വരുന്നതെന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും വെളിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേസ്. ഇപ്പോൾ നമ്മളെന്തായാലും ഈ ഹോളിൽ കൂടെ നമ്മളിവിടെ വെളിയിറങ്ങി പണിയായി 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 ഓട് 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 ഓട്. ഇപ്പോൾ ഈ ഒരു ഗെയിമിന് ഇത്തിരി സ്പീഡ് കൂടിയിട്ടുണ്ട് കേസ്. ഇവിടെ എന്തൊരു അലേർട്ടാവും കേസ്. ഇവിടെയാണ് നമ്മളെ ട്രെയിൻ. ഇതിൽ കയറി വേണം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. തൽക്കാലം നമുക്ക് ഈ ഒരു റൂമിലോട്ട് പോകാം. ഇപ്പോൾ അലാറം കേട്ട് കഴിഞ്ഞാൽ അലാറം അടിക്കുന്നു. അലാറം കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗ്രാനി വരും ഗൈസ്. അതുകൊണ്ട് നൈസിന് നമുക്ക് ഈ ഒരു ഹോൾ വരെ അവിടെ പോയിരിക്കാം. അതായിരിക്കും നല്ലത്, അതായിരിക്കും സേഫ് ഗൈസ്. അയ്യോ സീന് നാശം ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇളകി വരുന്നു. ഇതിപ്പോൾ പോയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അവിടെ ആരെയും കാണുന്നില്ല. ഇത് നാശം വീണ്ടും അലേർട്ട് ആവും തോന്നുന്നു. കുന്തം അലേർട്ടായി. നമുക്കിതെല്ലാം ഇതിൽ കൂടെ പോയി നോക്കാം. പോവും ഇവിടെ എന്തൊരു സൗണ്ട് കേട്ടല്ലേ. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കളിച്ചല്ലേ. ഇതാണ് പ്രശ്നം, ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ബെസ്റ്റ് പണിയായി. നമ്മൾ മരിച്ച് പോയി ഇനിയിപ്പം രണ്ടാമത്തെ ദിവസം ഗീസ്. ഇപ്പോൾ ഈ ഒരു ഗെയിം എനിക്ക് കളിക്കാൻ വലിയൊരു ഇതില്ല ഗീസ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഗെയിം ഞാൻ കളിക്കുന്നത്. ഡേ 2 ആയിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് ഗീസ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഗ്രാനിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് അടയ്ക്കും ഗീസ്. ഓക്കെ ഗീസ്, ഇപ്പോൾ നമ്മൾ കഥകൊക്കെ തുറന്നിട്ട് ഇപ്പോൾ ഒരു കട്ടിലിൻ്റെ അടിയിലായിരുന്നു, സോഫയുടെ അടിയിലായിരുന്നു ഇരുന്നത്. ഒരു നമ്മളെ ഗ്രാനി ഇവിടെ വന്നായിരുന്നു ഗീസ്. എന്തൊരു സൗണ്ട് കേട്ടായിരുന്നു. ഒരു തട അങ്ങോട്ട് പോയി എന്തൊക്കെ പറയുന്നു. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാ? ഓ അമ്മുമ്മേ തള്ളച്ചി, എനിക്ക് വയ്യേ, ഹൈഡ് ആൻഡ് സീക്കൊന്നും എനിക്ക് കളിക്കണ്ട. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ, മറ്റേ അവരെ രക്ഷിച്ച് വേണം. പണിയായി. ഡേ 2 ഡേ 3 ഇതിപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ശരിക്ക് മനസ്സിൽ ഇത് കളിക്കാൻ പറ്റാത്തൊരു ഗെയിമാണെന്ന്. എനിക്കിപ്പോൾ ഇതൊരു പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഗേസ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. ഇതൊക്കെ എന്തെങ്കിലും തുറന്നിട്ട് നമുക്ക് ഒന്നും കൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ ചെറുതായിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് സെറ്റായതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറ്റിയതേ ഉള്ളൂ ഗേസ് ഈ ഒരു ഗെയിം. നമുക്ക് തന്നെ കഥക് തുറന്നിട്ട് വെളിയിലോട്ട് പോകാം. കുഴപ്പമില്ല. നൈസിന് വെളിയിലോട്ട് പോയതിന് ശേഷം ഗ്രാനി വെളിയിൽ പോയി. സീന് സെറ്റാകുമ്പോൾ നമുക്കിനിയിപ്പം ചെയ്യേണ്ടുള്ളതെന്ന് വെച്ചാൽ മുകളിൽ കയറിയിട്ട് അവിടെയുള്ള എല്ലാ ടീപ്പോയിലും നോക്കണം എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് നേരം. അതുകൊണ്ട് ആ ഒരു കഥ തുറന്ന് അങ്ങോട്ട് പോകാം. അതുകൊണ്ട് ഇവിടെ കഥ തുറന്ന് കിടപ്പുണ്ട്. ഇവിടെ എന്തുവാ അവിടെയൊക്കെ പിന്നെ പോകുകയും നമുക്കിതിപ്പം ഏറ്റവും മുകളിൽ പോയിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ കഥ തുറന്നിട്ട് അതുകൊണ്ട് ഇവിടെ റൂമാണ്. ഓക്കെ മറ്റേതോ ആ ഒരു ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഗേസ്. എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ മതി. അതൊന്നും വരുന്നില്ലല്ലേ. കുഴപ്പമൊന്നുമില്ല. ആ തള്ളച്ച് തന്നാൽ നമുക്ക് പണിയാണ് ഗേസ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നൈസിൽ നിന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതിനകത്തൊന്നുമില്ല.
ഈ ഗ്രാനിയുടെ കായത് ഇതിൽ രണ്ടിലും ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഭാഗ്യമില്ല, ഒന്നുമില്ല, ഒരു താക്കോല് പോലും ഇല്ല, ഇവിടെ ഒന്നുമില്ല. നമുക്ക് പതുക്കെ ജാഗ്രതയോടെ പോകാം. ഇപ്പം നമുക്ക് മുകളിലോട്ട് കയറിപ്പോവും കൊണ്ട് ഇല്ല. റൂം നമുക്ക് തുറക്കണം ഗൈസ്. അതുകൊണ്ട് ഇതിലേ കൂടെ പോയിട്ട് അങ്ങോട്ട് പോകണം. ഇപ്പോൾ ഈ ഒരു ഗ്രൂമും കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നിട്ടുണ്ട്. അതാ ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നത് ഗൈസ്. ഇത് തുറന്നൊക്കെ ഇതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. ഇതിലും ഒന്നും കാണുന്നില്ല ഗൈസ്. തന്നെ എന്തോ തീപ്പെട്ടി സീന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കില്ല വിറവ് കണ്ടുപിടിക്കണം, വുഡ് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. വൈകിക്കണ്ട് ഇവരെന്താതിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? ഞാനിപ്പോൾ മരിക്കും. സൈഡിലോട്ട് കയറി ഇന്നുകൊണ്ട് ഭാഗ്യം. നമുക്കിത് അവർ പോയ സമയത്തിന് പെട്ടെന്നാക്കാം. ഗ്രാനി വരുന്നതിന് മുമ്പ് ഇതാക്കാം. ഇനിയിപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ചാട്ടവാറാണ് യെസ്. ഇല്ല മറ്റേ അതിൻ്റെ പേര് ഞാൻ മറന്നുമില്ല, അതിനെന്തോ പറയും. ഓക്കെ നമ്മൾ ഇത്രയും നേരം തിരക്കി നടന്ന സ്ഥലം കിട്ടി. ഇതിപ്പോൾ എനിക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാ കേസ്, അതുകൊണ്ടാണ് ഇത്രയും ഇത്. അല്ലെങ്കിൽ ഞാൻ ഗ്രാനിയൊക്കെ എപ്പോൾ തീർത്തെന്ന് അറിഞ്ഞാൽ അതിൽ മറ്റേ ചാട്ടവാർ ഇരിക്കുന്ന സ്ഥലം എനിക്ക് അറിഞ്ഞൂടില്ല. മറ്റേ വലിച്ചു വിടുന്ന സാധനമില്ല, അതിൻ്റെ പേര് ഞാൻ മറന്നുമില്ലേ. ആ സാധനം എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. അപ്പോൾ അത് തിരക്കിയാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാനി എപ്പോൾ കൊന്നെന്ന് ചോദിച്ചാൽ മതി. ഇതിലേക്കൂടെ നമ്മൾ എന്തായാലും വെളിയിലിറങ്ങാം കേസ്. വെളിയിലിറങ്ങിയിട്ട് അവിടെ ഒരു കാക്കി ഇരിപ്പുണ്ട്, കണ്ട ഗൈസ്. അവിടെ ഒരു കാക്കി ഇരിപ്പുണ്ട്. നമുക്കിതിനെ കൊല്ലണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വുഡ് എടുക്കാൻ വന്നതാണ്ട. നമ്മൾ അത് തുണമ്പം ഇങ്ങോട്ട് അടിക്കാൻ വരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇപ്പം നമുക്കിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനെ കൊന്നിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ശാപം കാരണം നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇപ്പം നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങി പോകാം. എന്താണ് ഒരു സൗണ്ട്? എന്താ ഇത് ബാക്കിൽ? എന്താണ് സൗണ്ട്? ഇതൊരു സൗണ്ട്. പണിയായി കൊല്ലല്ലേ. ഇനിയിപ്പോൾ അവിടുന്ന് അനങ്ങാനും പറ്റില്ല. ഗൈസ് പണിയായി. ചത്ത് മരിച്ചു. 4 ദിവസം, 4ാമത്തെ ദിവസം എന്നെ കൊണ്ട് ഇത് കളിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിച്ച ഗൈസ്. നിങ്ങൾ എന്തായാലും ഒരു 100 ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു ഗെയിം കളിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടി ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് ഒന്ന് ഷെയറും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്ത് ഗ്രാനി 3 ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.